ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്ക് കുറച്ച് കക്ക കിട്ടിയിട്ടുണ്ട്. അത് എൻ്റെ രീതിയിൽ ഞാൻ തോരൻ വെച്ച് കാണിക്കാം. നമുക്കത് അടുപ്പിൽ വയ്ക്കാമേ. ആദ്യമായിട്ട് കക്ക ഇട്ടിട്ട് ചെറിയ ഉള്ളി, പച്ചമുളക്, തേങ്ങാക്കൊത്ത് ഇത്രയാണ് നമ്മൾ ഇതിനകത്തിട്ട് വേവിക്കുന്നത്. ചെറിയ ഉള്ളി, പച്ചമുളകും എല്ലാം കൂടെ ചേർത്ത് ഇട്ട് തേങ്ങാക്കൊത്ത് വേണം. ഈ വെള്ളം ഒന്നും ഒഴിക്കേണ്ട, വെള്ളം എല്ലാം ഇതിനകത്തുനിന്ന് തന്നെ ഇറങ്ങും. അത് മാത്രം മതി ഇത് വേവാനുള്ള. കരിയാപ്പിലയും കൂടി ഇടാതെ അടച്ച് വെച്ച് നമുക്ക് വേവിക്കാം. ഇതിനകത്ത് നമുക്ക് അരയ്ക്കുന്നത് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. തേങ്ങയെ കുറച്ച് ജീരകം മൂപ്പിച്ച് വെച്ചത്, മുളകും മല്ലിയും കുരുമുളകുമാണ്. ഓരോ സ്പൂൺ മുളകും, എരിയുള്ള മുളക് കുറച്ച് മതി. അത് കാരണം കുരുമുളക് നമ്മൾ ഇടുന്നുണ്ട്, അത് കാരണം കുറച്ച് എരി മതി. കുരുമുളക് ഇച്ചിരി മുന്നേ നിൽക്കണം. കുരുമുളക് അതിൻ്റെ മണം. മല്ലിപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും കൂടാണ് ഇത് മൂപ്പിച്ച് വെച്ചേക്കുന്നത്. ഇതെല്ലാം കൂടെ അരച്ച് നമുക്ക് വയ്ക്കാം. കുറച്ച് ഉപ്പിടാം നമുക്ക്. തുറന്ന് നോക്കാം. കുറച്ച് വെള്ളമൊക്കെ ഇതിനകത്ത് ശകലം വെള്ളം അതിനകത്ത് ഊറി വരുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്കോട്ട് നമുക്ക് ഈ അരപ്പിടാം. നമുക്കെല്ലാം കൂടെ ഒന്നിച്ച് അകത്തിരിക്കുന്ന അരപ്പ് വേവണം. അരപ്പൊന്ന് വേവട്ടെ. തുറന്ന് നോക്കാവേ. എല്ലാം അടിപൊളിയായിട്ടുണ്ട്. വെള്ളമെല്ലാം പറ്റി നമുക്ക് ഇളക്കി മാറ്റി വെച്ചിട്ട് കടു പൊട്ടിച്ച്, വെളിച്ചെണ്ണയിലാണേ കടു പൊട്ടിക്കേണ്ടത്. ഇച്ചിരി തോനെ വേണം വെളിച്ചെണ്ണ. കടുവ് നമുക്കിടാം. കടുവ് പൊട്ടിച്ചിടാം. ഇത് നമുക്കെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കാവേ. കക്കാത്തോരൻ റെഡിയായിട്ടുണ്ട്. നല്ല സെറ്റായിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. കക്കാത്തോരൻ ഇവിടെ റെഡിയായിട്ടുണ്ട്. എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. സൂപ്പറാണ്. കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം.